കൂട്ടുകാരെ, നമുക്കിന്നൊരു സാരി ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ തുണിയിൽ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. നമുക്ക് ഈ തുണി ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ തയ്ക്കുന്ന തുണി. ഈ തുണി ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് പീസാണ് ഇത്. കുറച്ച് ഇങ്ങനെയുള്ള ബ്രൊക്കേഡ് തുണി ആയതുകൊണ്ട് നമുക്ക് ഇതിന് ലൈനിങ് വെച്ച് തയ്ക്കാം. ബ്ലാക്ക് പീസ് എടുത്ത് ലൈനിങ് വെച്ച് തയ്ക്കാം. ഈ ബ്ലൗസിൻ്റെ ഇറക്കം 15 ഇഞ്ച് ഇറക്കമുള്ളൊരു ബ്ലൗസാണ് നമ്മൾ തയ്ക്കുന്നത്. എടുത്ത അളവ് 15 ഇഞ്ചാണ്. 15 ഇഞ്ചിന് നമ്മളൊരു 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ച് എടുത്ത് ലെങ്ത്ത് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതിൻ്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് എടുത്ത അളവാണ്. ആളുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. 40 ഇഞ്ച് വണ്ണമാണ് എടുത്തത്. അപ്പം 40നെ 4ആയി ഡിവൈഡ് ചെയ്യുക. 10 കിട്ടും. 10 ഇഞ്ച് അടയാളപ്പെടുത്തും. വണ്ണമാണ് 10 ഇഞ്ച് അടയാളപ്പെടുത്തും. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണിത്. 1.5 ഇഞ്ച് കൂട്ടിയിടണം. കഴുത്താണ് ബാക്ക് നെക്ക് ഒരു 8 ഇഞ്ച്. നോർമലി ഉള്ളൊരളവ് മതി, കൂടുതൽ വേണ്ട. ഒരു 8 ഇഞ്ച്. വൈഡ് ഒരു 2.5 ഇഞ്ച് വൈഡ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഈ മൂലയിൽ നിന്ന് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നത്. ഇതാണ് ബാക്ക് നെക്ക്. നമുക്ക് ഷോൾഡർ അളക്കാം. ഷോൾഡർ ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് എടുത്തത്. 5.5 ഒരു 6 ഇഞ്ചായാലും കുഴപ്പമില്ല. കൈക്കുഴി ആം ഹോൾ അടയാളപ്പെടുത്തുന്നത് ഒരു 6 ഇഞ്ച് തന്നെ എടുത്തു. കാരണം കുറച്ച് വണ്ണമുള്ള ആളാണ്. കുറച്ച് വണ്ണമുണ്ട്, കൈക്ക് വണ്ണമുള്ളത്. അതുകൊണ്ട് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി. 5.5 6 ഇഞ്ച് ആ ഒരു നേരെ ഇങ്ങോട്ടും 6 ഇഞ്ച് വരച്ചു. ഈ ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പകുതി വെച്ച് ചെറുതായിട്ട് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കും. ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച്, ഈ മൂല്യം ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു 3/4 ഇഞ്ച് എടുത്താൽ മതി. ഷേപ്പായി എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വരച്ചു കൊടുക്കും. ഇവിടെ 40 ഇഞ്ച് ഉള്ള ഒരു ബ്ലൗസിന് തയ്ച്ച് കഴിയുമ്പം 44 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ വേണം. അതുപോലെ ഷേപ്പ് എടുത്ത അളവ് 34 ഇഞ്ചാണ്. അത് കറക്റ്റ് 34 തന്നെ എടുക്കുക. 8.5 4ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുണി. അതിന് ശേഷം ഇവിടുന്ന് നേരെ ഇവിടേക്കൊരു മാർക്ക് ചെയ്യും. നാൽപ്പത്തിനാല് 34 അടിയിൽ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈനിങ് പീസും നല്ലപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതാണ് ബാക്ക് പീസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇതാണ് കൈ 4ആക്കി മടക്കി വെച്ചത്. ഞാൻ ലൈനിങ് കൂടെ കൂട്ടിയിട്ടാണ് ഇത് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ലൈനിങ് പീസിന് എന്താണെന്ന് വെച്ചാൽ വീതി കുറച്ച് കുറവായിരുന്നു. നമ്മുടെ ഈ ബ്ലൗസ് പീസിനേക്കാളും കുറച്ച് വീതി കുറവാണ് ലൈനിങ് പീസിന്. അപ്പോൾ ഇവിടെ നമുക്കൊരു പീസ് കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. തയ്ക്കാൻ നേരത്ത് കൊടുത്താൽ മതി. ഒരു പീസ് ഇവിടെ കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ബ്ലൗസിന് കൈയുടെ ഇറക്കം എടുത്ത അളവ് 11.5 11.5 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 11.5 ശേഷം 1 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിയിടുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് എടുത്താലും മതി. 12.5 ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെയും തയ്യൽ തുമ്പ് അങ്ങ് പോകുമല്ലോ. പിന്നെ ഇത് കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് ചുരുങ്ങുന്ന ഒരു തുണിയും കൂടി ആയതുകൊണ്ട് കുറച്ച് 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് മാർക്ക് ചെയ്യുന്നു. ആം ഹോളിൻ്റെ അവിടെ ഇവിടുന്ന് ഇവിടേക്ക് ഒരു
3 ഇഞ്ച് എടുക്കാം. കുറച്ച് ലൂസ് തടിയുള്ള ആളായതുകൊണ്ട് ഒരു 3.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കൈക്കുഴിക്ക് ഇവിടെ നിർത്തേക്കുള്ള അളവ്. ഇവിടെ 11.5 ഇഞ്ചാണ് എടുത്ത അളവ്. അപ്പോൾ നമുക്ക് ആ 11.5 തന്നെ എടുക്കാം. 5.25 വരും. 5.25 എടുത്തു. അതിന് ശേഷം ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് നമ്മൾ കുറച്ച് ചെരിഞ്ഞ് ഇവിടുന്ന് ഇവിടേക്കുള്ള അളവ് നമ്മൾ 8 ഇഞ്ചാണ്. 7.25 മതി. 7.25 15 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഞാനൊരു 7.25 വന്നത്തേക്കുള്ള അളവെടുത്തു. കുറച്ചൊരു തയ്യൽത്തുമ്പിൻ്റെ കുറവുണ്ട്, അത് നമുക്ക് പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന് ചെറിയൊരു പീസിൻ്റെ കുറവുണ്ട്, അതൊക്കെ നമുക്ക് തയ്ക്കാൻ നേരത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെയും ലൈനിങ്ങിൽ ഒരു പീസ്. അതിന് ശേഷം ഇവിടുന്ന് ഇവിടേക്ക് ഇങ്ങനൊരു ശരിക്ക് സ്ഥിരമായിട്ട് കട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ചെറുതായിട്ട് ഇവിടേക്ക്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് തയ്ച്ചില്ലെങ്കിൽ ബ്ലൗസിന് എപ്പോഴും പ്രശ്നമായി. ശേഷം നമ്മൾ ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് വശം ഒന്ന് കുഴിച്ച് വെട്ടണം കൈ. അതിന് നമ്മളൊരു ഈ സെൻറ്ററിലൊരു 3/4 ഇഞ്ചോളം കുറച്ചൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഫ്രണ്ട് പീസ് മാറിപ്പോകാതെ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് നല്ല പീസിൻ്റെ ഈ രണ്ട് വശവും ഇങ്ങനെ വരും. ഈ ഭാഗം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യണം. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഒരു പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊരു പീസ് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് ബ്ലൗസിൻ്റെ പുറകുവശമാണ്, ആംപോളിൻ്റെ പുറകുവശം. ഇവിടെ പലർക്കും ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊങ്ങി നിൽക്കുന്ന കാണാം ചിലർക്കൊക്കെ. അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ട് ഫ്രണ്ടിൽ കൊടുത്ത് അത്രയും വേണ്ട, ചെറുതായിട്ട് ഒരു ചെറുതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു 1/4 ഇഞ്ചോളം മതിയാവും. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ ആ പൊങ്ങി നിൽക്കുന്നത് മാറി കിട്ടും. ഇവിടെ ഒരു കഷ്ണം വെക്കണമല്ലോ, അതിന് നമുക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുക്കും. ഇതിവിടെ വെച്ച് അതിന് ശേഷം വേണം നമ്മൾ ബ്ലൗസ് വയ്ക്കാൻ. ഇതിന് 11.5 ഇതിൻ്റെ കൈവണ്ണം. ഓക്കെ, ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ എല്ലാ ബ്ലൗസിനും ക്രോസ് ആയിട്ടാണ് തുണിയെടുക്കുക. ഫ്രണ്ട് പീസ് ക്രോസ് ആയി എടുക്കും. ഫ്രണ്ട് പീസ് ക്രോസ് ആയി എടുക്കുകയാണെങ്കിൽ ബ്ലൗസിൻ്റെ കപ്പൊക്കെ നല്ല ഭംഗിയിൽ വെട്ടിക്കുന്നുള്ളൂ, വലിച്ചു വന്നില്ലാതെ നല്ല വെട്ടിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്രോസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ തുണിയെ നേരെ ക്രോസ് ആയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നേരെയുള്ള തുണിയെ ക്രോസ് ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ വെട്ടി വെച്ച ബാക്ക് പീസ് ഇട്ട് എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരുന്നതാണ്. ബാക്ക് പീസ് എടുത്തിട്ട് ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക്. പിന്നെ ബാക്ക് പീസ് എടുത്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് കഴുത്ത് 6.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 6.5യുടെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ കഴുത്തിൻ്റെ അതേ വൈഡ് തന്നെ മതി. നേരെ ഇവിടെ വരെയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ വൈഡിൻ്റെ അളവുള്ളത്. അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഫ്രണ്ടിലോട്ട് നീക്കിയെടുത്ത് നമ്മളിതിപ്പോൾ എടുത്ത കറക്റ്റ് അളവാണ് എടുത്തത്. നമുക്ക് ബ്ലൗസിൻ്റെ കപ്പ് വരുമ്പോൾ കുറച്ചും കൂടി ലൂസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ലൂസ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഒരു 5.5 ഇഞ്ച് ഇവിടെയും അതുപോലെ കുറച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കപ്പൊക്കെ വരുന്നതുകൊണ്ട് കപ്പിന് കുറച്ച് കൂടുതൽ തുണി പിടിക്കുമല്ലോ, അതിന് നമ്മളൊരു 3/4 ഇഞ്ചോളം ഇവിടെയും 3/4 ഒരു 1.5 ഇഞ്ചോളം ഇവിടെ കുറച്ച് കൂട്ടിയെടുത്താൽ അത്രയും നല്ലത്. കപ്പ് വലുതിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത്ത് ഞാനൊരു 13.5 കൊപ്പമുള്ള ഒരാളായതുകൊണ്ട് 15 ഇഞ്ച് ഇറക്കമുള്ള ഒരാളായതുകൊണ്ട് ഇത് 13.5-14 ഇഞ്ച് എടുക്കാം. 14 ഇഞ്ചോളം ഇവിടെ ലെങ്ത്ത് എടുക്കണം. തയ്യൽ തുമ്പോട് കൂടി 14 ഇഞ്ച് എടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ കപ്പ് അടയാളപ്പെടുത്തണം.
അത് പൊക്കമുള്ള ആൾക്കനുസരിച്ച് പൊക്കത്തിനനുസരിച്ചാണ് കപ്പ് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് കൂടുതൽ കപ്പ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് സെൻറ്ററിൽ കണ്ടിട്ട് ഇവിടെ നിങ്ങോട്ടൊരു 1 ഇഞ്ച് എടുക്കാം. ഇനി നമ്മൾ കൈക്കുഴി അടയാളം ആംപോളിൻ്റെ അവിടെ ഒരു 3/4 ഇഞ്ച് കുഴിച്ചെടുക്കണം. നമ്മൾ ബ്ലൗസിൻ്റെ കൈ വെട്ടുമ്പോൾ നമ്മൾ കുഴിച്ചെടുത്തില്ലേ, അതുപോലെ 3/4 ഇഞ്ച് അങ്ങോട്ട് കുഴിച്ചെടുക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. നല്ല തുണി ലൈനിങ്ങും ഫ്രണ്ടും ആദ്യം ബാക്ക് പീസ് എടുത്ത് ഇത് കൃത്യം അളവൊക്കെ ഉണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അതിനൊരു ചെറിയൊരു എളുപ്പവഴി പറഞ്ഞു തരുന്നതാണ്. ബാക്ക് പീസ് ഇങ്ങനെ വെച്ചു, ഫ്രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചു. അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ഒരു തയ്ക്കുമല്ലോ, നമ്മൾ ഈ മാർക്കറ്റ് അതുപോലെ ഇവിടെ ഇങ്ങനെ തയ്ക്കില്ലേ, ഇതുപോലെ തയ്ക്കും. അതുപോലെ തന്നെ ഇവിടെയും തയ്ക്കും, ഇതേപോലെ അല്ലേ. ഇവിടെയും 2 ഭാഗവും തയ്ക്കും. അതേപോലെ ഇവിടെയും തയ്ക്കും. നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ പിടിച്ച് തയ്ച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ ബ്ലൗസ് ഇത് ഇങ്ങനെ നിൽക്കും. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. ഇത് നമ്മൾ ഇങ്ങനെ മാർക്കിട്ട് കൊടുക്കണം. ഇല്ലേ, ഈ ബ്ലൗസിന് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു കയറി വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് എളുപ്പം തയ്ച്ചെടുക്കാം. ഭാഗം ഇത് നമ്മളൊരു പീസയിൽ വെച്ച് കൊടുക്കുക. എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിന് കൃത്യമായിട്ട് ഞാനിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കട്ടിങ് അധികം അളവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പം ഒരു കട്ടിങ് കിട്ടിയില്ലേ. ഈ കട്ടിങ് നല്ല തുണിയിൽ ഉപയോഗിക്കണം. എടുത്ത് വെച്ച് ഇങ്ങനത്തെ 6 പീസ് വേണം. ഒരു ഭാഗത്ത് 3, ഒരു ഭാഗത്ത് 3, അങ്ങനെ 6 പീസ്. ഒരു കട്ടിങ്ങും കൂടെ വേണം. അത് ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബ്ലൗസിന് നമുക്ക് ഫ്രണ്ട് പടി വേണം. ഫ്രണ്ട് പടിയല്ല, ഹുക്കിടുന്ന അവിടേക്ക് നമുക്ക് പടി വേണ്ടേ. ഇപ്പോൾ ഒരു 2 ഇഞ്ച് രീതിയിൽ പടി വേണം. നല്ല പീസും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇത് ബാക്ക് ബ്ലൗസിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുക്കണം, മടക്കി തുന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു പീസാണ് 2 ഇഞ്ച് അകലത്തിൽ. കട്ടിയിലൊരു മടക്കി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ബ്ലൗസിന് പൊങ്ങിപ്പോകുമൊന്നുമില്ല. പിന്നെ ബാക്ക് പടി. അതുപോലെ തന്നെ ഇനി ബ്ലൗസിന് കഴുത്ത് നമ്മൾ മടക്കി തുന്നിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ക്രോസ് ആയിട്ടുള്ള പീസ് വെട്ടിയെടുക്കണം. ക്രോസ് പീസ്, നല്ല ക്രോസ് പീസ് വെച്ച് കഴുത്ത് തുന്നുവാണെങ്കിൽ, മടക്കി തുന്നുവാണെങ്കിൽ നല്ല ഭംഗിയിൽ വലിയ നല്ല വൃത്തിക്കിരുന്നത്. ഇങ്ങനെ 2-3 വർഷം അത് കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് വലിയ പീസുകളാക്കി ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൂട്ടി യോജിക്കും. ഇപ്പോൾ ബ്ലൗസ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ.